ഹായ് ഓൾ, എല്ലാവർക്കും കരിയർ മേക്കേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുന്ന SSC CGL ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ടാണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഓർഗാനിസം ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഈസ് ഫൗണ്ട്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ കാണപ്പെടുന്ന ഓർഗാനിസം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്നുള്ള ആദ്യം മനസ്സിലാക്കണം. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ന്യൂട്രീഷൻ എന്നുള്ള പ്രോസസ്സിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കും? ഒന്ന് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഒന്നാമത്തത് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. രണ്ടാമത്തത് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. രണ്ടാമത്തത് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പം ന്യൂട്രീഷണറി പ്രോസസ്സുകളെ രണ്ടായിട്ട് തിരിക്കുക. ഒന്ന് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, രണ്ട് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇതിൽ ഈ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനെയും മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയായിരിക്കും? ഒന്നാമത്തേത് സാപ്രോട്രോഫിക്, രണ്ടാമത്തത് പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, മൂന്നാമത്തത് ഹോളോസോയിക് ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ. അപ്പൊ ഇത്രയും പോയിന്റ് ഓർത്ത് വെക്കുക. എന്താണ് ഓട്ടോട്രോഫിസം എന്നുള്ള മനസ്സിലാക്കണം. എന്താണ് ഓട്ടോട്രോഫിസിന്റെ പ്രത്യേകത എന്നുള്ള മനസ്സിലാക്കണം. തന്നെ ഫുഡ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നവരെയാണ് എന്ത് പറയാ? ഓട്ടോട്രോഫ്സ് എന്ന് പറയാം. ഓർഗാനിസം ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫുഡ് ബൈ ദംസെൽസ്, അവരെയാണ് ഓട്ടോട്രോഫ്സ് എന്ന് പറയാം. ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഓർഗാനിസത്തിനെ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് എന്ത് പറയാ? ഹെറ്ററോട്രോഫ്സ് എന്ന് പറയാം. അപ്പൊ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷന്റെ മൂന്ന് ടൈപ്പും മറന്നു പോയത് എന്താണ്? സാപ്രോട്രോഫിക്, പാരസൈറ്റിക്, ഹോളോസോയിക്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഓർഗാനിസം ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഈസ് ഫൗണ്ട്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ കാണപ്പെടുന്ന ഓർഗാനിസം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പ്രോട്ടോസോവ, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി ഫംഗസ്, ഓപ്ഷൻ ഡി വൈറസ്. ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ബാക്ടീരിയയിൽ കാണപ്പെടുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ ഏതാണ്? ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. പ്രോട്ടോസോവൻസിൽ കാണപ്പെടുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ പൊതുവെ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. പൊതുവെ പ്രോട്ടോസോവൻസിൽ കാണപ്പെടുക. ഫംഗസിൽ കാണപ്പെടുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് പൊതുവെ ഫംഗസിൽ കാണപ്പെടുക. എന്താണ് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് ഫുഡിനുള്ള വക കണ്ടെത്തുന്നതിനാണ് എന്ത് പറയാ? സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയാം. ഓർഗാനിസംസ് ഫൈൻഡ് ദെയർ ഫുഡ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. പൊതുവെ ഫംഗസ്, മഷ്റൂം ഒക്കെ എന്താണ്? ഇത്തരത്തിൽ ഫംഗസിന്റെ എക്സാമ്പിൾ ആണ്. അത് ഫോളോ ചെയ്യുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണ്? സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അതേപോലെ ലാസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന വൈറസ് ഫോളോ ചെയ്യുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഏത് ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ആണ്? വിച്ച് ഈസ് എ ടൈപ്പ് ഓഫ് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. വൈറസ് ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനോട് തുല്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഒരു ഹോസ്റ്റ് സെല്ലിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ മാത്രം ഇതെന്താവുള്ളൂ? ലൈഫ് വെക്കുള്ളൂ. അങ്ങനെ ഹോസ്റ്റ് സെല്ലിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ഇത് ഏത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആയിരിക്കും ഫോളോ ചെയ്യുക? ഇറ്റ് ഫോളോസ് പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഓക്കെ, താങ്ക് യു.